വെറും 100 ഗ്രാം ഭാരത്തിന്റെ പേരിൽ ഒളിമ്പിക് സ്വർണ്ണ മെഡലിനായുള്ള പോരാട്ടത്തിൽ അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ട് ഇന്ത്യൻ ജനതയുടെ മനസ്സിലെ നൊമ്പരമാണ്. കിട്ടിയേക്കാവുന്ന സൗഭാഗ്യങ്ങളെ ഓർത്ത് നിശ്ശബ്ദയായിരുന്ന അടിമയായിരുന്നില്ല ഒരിക്കലും ഈ ശക്തയായ യുവതി. മറിച്ച് ഗോദയിലും ജീവിതത്തിലും മികച്ച പോരാളിയായിരുന്നു. ഒളിമ്പിക്സ് മത്സരത്തിൽ അയോഗ്യയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ കരിയറിൽ നിന്നും വിരമിക്കുന്നു എന്ന് വിനേഷ് അറിയിച്ചിരുന്നു. എന്നാൽ ഒരിക്കലും അടിയറവ് പറയാൻ മനസ്സില്ലാത്ത ഈ വനിതാ പോരാളി രാജ്യത്തിൻ്റെ പൊതുമണ്ഡലങ്ങളിൽ ഇനിയും സജീവമായി ഉണ്ടാകും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ആരാണ് രാജ്യം ഹൃദയത്തിലേറ്റിയ വിനേഷ് ഫോഗട്ട്? ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വന്ന ഏറ്റവും മികച്ച വനിതാ ഗുസ്തിക്കാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന വിനേഷ് ഫോഗട്ടിൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് പോയി വരാം. 1994 ഓഗസ്റ്റ് 25 ഹരിയാനയിലെ ഭിവാനിയിലാണ് വിനേഷ് ഫോഗട്ട് ജനിച്ചത്. അച്ഛൻ വിനോദ് ഫോഗട്ട്, അമ്മ സരള ദേവി. കുടുംബപരമായി ഗുസ്തിക്കാരായിരുന്നു വിനേഷ് ഫോഗട്ടിൻ്റെ വംശപരമ്പര. വിനേഷ് ഫോഗട്ടിൻ്റെ അമ്മാവൻ മഹാവീർ സിംഗ് ഫോഗട്ട് ഗുസ്തി പരിശീലകനും ദ്രോണാചാര്യ അവാർഡ് ജേതാവുമാണ്. വിനേഷ് ഫോഗട്ടിനെ ചെറുപ്പത്തിൽ തന്നെ കായികരംഗത്തേക്ക് പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. മഹാവീറിൻ്റെ മക്കളായ ഗീത, ബബിത, ഋതു, സംഗീത അടക്കമുള്ളവർക്കൊപ്പമാണ് വിനേഷ് ഗുസ്തിയുടെ അടവുകളും ചുവടുകളും പഠിച്ചത്. 9-ാം വയസ്സിൽ വിനേഷ് ഫോഗട്ടിന് അവളുടെ പിതാവിൻ്റെ അകാല മരണത്തെ നേരിടേണ്ടി വന്നു. വിനേഷിൻ്റെ സാമൂഹിക പശ്ചാത്തലം സ്ത്രീകൾക്ക് പൊതുമണ്ഡലത്തിലേക്ക് കടന്നുവരാൻ സഹായകരമായിരുന്നില്ല. എന്നാൽ കുടുംബം ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിന്നു. അമ്മാവൻ അവളെ ഗോദയിലേക്ക് ക്ഷണിച്ചു. മറ്റ് ആൺകുട്ടികൾക്കൊപ്പം അവളും ഗുസ്തി പരിശീലിച്ചു. ഹരിയാനയിലെ അവളുടെ ഗ്രാമത്തിലെ പുരുഷ മേധാവിത്വ സമൂഹം ആ പെൺകുട്ടിയെ നോക്കി നെറ്റി ചുളിച്ചു. അവളുടെ കണ്ണുകൾ ഈ ലോകം കീഴടക്കാനുള്ള ചുവടുറപ്പുകളിലായിരുന്നു. വിനേഷ് ഫോഗട്ട് തൻ്റെ ആദ്യകാല സ്കൂൾ വിദ്യാഭ്യാസം നേടിയത് ജോജു കലാനിലെ KCM സീനിയർ സെക്കൻഡറി സ്കൂളിലാണ്. റോഹ്തക്കിലെ മഹർഷി ദയാനന്ദ് സർവകലാശാലയിൽ വിദ്യാഭ്യാസം തുടർന്ന വിനേഷ് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി. വളരെ ചെറുപ്പത്തിലെ തന്നെ അമ്മാവൻ പകർന്നു നൽകിയ ഗുസ്തിയിലെ പാഠങ്ങൾ ആ യുവതിയെ എത്തിച്ചത് ഗോദയിലേക്ക് തന്നെയായിരുന്നു. 2 തവണ ഒളിമ്പ്യനായ വിനേഷ് ഫോഗട്ടിന് 3 കോമൺവെൽത്ത് ഗെയിംസ് സ്വർണവും 2 ലോക ചാമ്പ്യൻഷിപ്പ് വെങ്കലവും ഒരു ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡലും നേടാനായി. 2021 ഏഷ്യൻ ചാമ്പ്യനായിരുന്ന വിനേഷ് ഫോഗട്ട് 2016 റിയോ ഒളിമ്പിക്സിനിടെ വിനേഷിന് കാൽമുട്ടിന് വലിയ പരിക്കേറ്റിരുന്നു. മാസങ്ങളോളം ഗോദയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നെങ്കിലും ആ പ്രതിസന്ധിയെയും അതിജീവിച്ച് വിനേഷ് തിരിച്ചെത്തി. താൻ ലോകത്തോട് പൊരുതി നേടിയ മെഡലുകളെല്ലാം ഗംഗയിൽ വലിച്ചെറിയാൻ പോയ പാരമ്പര്യവും ഈ യുവതിക്കുണ്ട്. കായിക മേഖലയിലേക്ക് എത്തുന്ന പെൺകുട്ടികളുടെ മാനത്തിന് ബ്രിജ് ഭൂഷൺ സിംഗ് എന്ന രാഷ്ട്രീയ അധികായൻ വിലയിട്ട് വെച്ചപ്പോൾ പെൺകുട്ടികളുടെ മാനം രക്ഷിക്കാനായി തെരുവിൽ പോരാട്ടം നയിക്കാനും വിനേഷിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ലൈംഗികാരോപണം നേരിട്ട BJP MPയും ഗുസ്തി ഫെഡറേഷൻ്റെ അന്നത്തെ തലവനുമായിരുന്ന ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരായ പോരാട്ടത്തിനിറങ്ങിയ വിനേഷ് ഫോഗട്ടിൻ്റെ വീറും വാശിയും കണ്ട് രാജ്യം ആവേശം കൊണ്ടു. വിനേഷിന് പുറമെ സാക്ഷി മാലിക്കും ബജ്രംഗ് പൂനിയയും ഉൾപ്പെടെ 30-ലധികം ഗുസ്തി താരങ്ങൾ ബ്രിജ് ഭൂഷണിൻ്റെ രാജിക്കും ഗുസ്തി ഫെഡറേഷൻ്റെ പിരിച്ചുവിടലിനുമായി സമരമുഖത്തേക്കിറങ്ങി. ബ്രിജ് ഭൂഷൺ സിംഗിനാൽ ഓട്ടക്കാരനെന്ന് വിളിക്കപ്പെട്ടപ്പോഴും അനീതി ചോദ്യം ചെയ്തതിന് നടുറോഡിൽ ഡൽഹി പോലീസ് വലിച്ചിഴച്ചപ്പോഴും വിനേഷ് തളർന്നില്ല. ഗുസ്തി ഫെഡറേഷനെ പിരിച്ചുവിടുകയും ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ കേസെടുക്കുകയും ചെയ്യുന്നതിലേക്ക് ആ സമരം വഴിതെളിച്ചു. സ്വന്തം രാജ്യത്ത് അധികാരികൾ നിന്ന് നേരിട്ട അവഗണനയ്ക്കെല്ലാം ഓഗസ്റ്റ് 6 പാരീസിൽ വിനേഷ് ഫോഗട്ട് മറുപടി നൽകി. ഗോദയിൽ തുടർച്ചയായ 3 വിജയങ്ങളിലൂടെ ഒളിമ്പിക്സ് ഫൈനലിൽ കടന്നു. ആദ്യ റൗണ്ടിൽ വിനേഷ് മലർത്തിയടിച്ചത് ഇന്നേവരെ ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ പോലും തോൽക്കാത്ത 4 തവണ ലോകം ജയിച്ച ഒളിമ്പിക്സിലെ സ്വർണ്ണത്തിളക്കവുമുള്ള ജപ്പാന്റെ യൂയി സുസാക്കിയെയായിരുന്നു. ക്വാർട്ടറിൽ യുക്രൈൻ ഒക്സാന ലിവാച്ചിനെയും സെമിയിൽ ക്യൂബയുടെ യുസൈലിസ് ഗുസ്മാനെയും വലിയ വെല്ലുവിളികളില്ലാതെ തോൽപ്പിച്ച് ചരിത്ര ഫൈനലിന് തയ്യാറെടുക്കുമ്പോഴാണ് ഇടുത്തി പോലെ ആ വാർത്ത എത്തുന്നത്. 50 കിലോ മത്സരത്തിൽ വിനേഷിനെ അയോഗ്യയാക്കിയിരിക്കുന്നു, അതും കേവലം 100 ഗ്രാം ഭാരം കൂടിയെന്ന പേരിൽ. 53 കിലോ വിഭാഗത്തിൽ മത്സരിച്ചിരുന്ന ഫോഗട്ടിന് 50 കിലോ വിഭാഗത്തിലേക്കുള്ള മാറ്റം ഒരിക്കലും എളുപ്പമായിരുന്നില്ല. അതിരാവിലെ നടക്കുന്ന ഭാരപരിശോധന മറികടക്കാൻ രാത്രിയിൽ ആകുന്നതെല്ലാം ചെയ്തു. ഉറങ്ങാതെ കഠിനമായ വ്യായാമങ്ങൾ നടത്തി. മുടി മുറിച്ചും രക്തം ഊറ്റിയും വരെ ഭാരം കുറയ്ക്കാൻ ശ്രമിച്ചു. എങ്കിലും 100 ഗ്രാം എന്ന വ്യത്യാസത്തിൽ അയോഗ്യതയിലേക്ക്. വിനേഷ് ഫോഗട്ടിൻ്റെ അയോഗ്യതയിൽ പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമുണ്ട്. തൻ്റെ കരിയർ അവസാനിപ്പിച്ചുള്ള കുറിപ്പിൽ വിനേഷും അത് പറയാതെ പറയുന്നുണ്ട്.
രാജ്യത്തിൻ്റെ കണ്ണു നനയിച്ച ആ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു: ഗുസ്തി ജയിച്ചു, ഞാൻ തോറ്റു, എന്നോട് ക്ഷമിക്കൂ, നിങ്ങളുടെ സ്വപ്നവും എൻ്റെ ധൈര്യവും തകർന്നിരിക്കുന്നു. ഇതിൽ കൂടുതൽ താങ്ങാനുള്ള ശക്തി ഇപ്പോഴില്ല. ഗുസ്തിക്ക് വിട. നിങ്ങളോടെല്ലാം ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു.